ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവങ്ങളിൽ ഒന്നാണ് 2022 സെപ്റ്റംബർ 19 തിങ്കളാഴ്ച രാജ്ഭവനിൽ നടന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ സുദീർഘമായ ഒരു പത്രസമ്മേളനത്തിലൂടെ കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ തനിക്കുള്ള പരാതികൾ ജനങ്ങളെ അറിയിച്ചതാണ് ആ സംഭവം. തീർത്തും അസാധാരണമായ നടപടിയായിരുന്നു അത്. ഇതിലൂടെ ഗവർണർ ലക്ഷ്യം വെക്കുന്നത് എന്താകണമെന്ന് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞതെല്ലാം കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സിലെ ചിന്തകൾ തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ അവയ്ക്ക് കൃത്യമായ ഉത്തരങ്ങളും വിശദീകരണങ്ങളുമാണ് നൽകേണ്ടത്. അല്ലാതെ അദ്ദേഹം BJP-കാരനാണ്, RSS-കാരനാണ് എന്നെല്ലാം ചിത്രീകരിച്ച് രക്ഷപ്പെടാം എന്ന് കരുതുന്നത് പാഴ്വേലയാകും. പ്രതിപക്ഷവും ജനങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്തവർ പോലും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതോടെ BJP-കാരനാകാതിരിക്കുവാൻ അഭിപ്രായം മാറ്റണമെന്ന് പ്രതികരിക്കുന്നതും മണ്ടത്തരമാണ്. അസാധാരണ നടപടിയാണ് ഗവർണറിൽ നിന്നും ഉണ്ടായതെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ അന്തസ്സായാണ് പത്രസമ്മേളനം നടത്തിയത്. മിക്കവാറും ചാനലുകളിൽ ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ട് ആദ്യ അവസാനം പത്രസമ്മേളനം എത്രയോ പേർ കണ്ടു. അപ്രിയ ചോദ്യങ്ങൾ ചോദിക്കുവാൻ വിലക്കുണ്ടായില്ല. അദ്ദേഹത്തിനും മറുപടിയും ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ തീരുന്നത് വരെ പത്രസമ്മേളനം നടത്താനും തയ്യാറായി. ആരിഫ് മുഹമ്മദ് ഖാൻ രാജ്ഭവനിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഗവർണർ പത്രക്കാരെ കാണുന്നതിലെ അസാംഗത്യത്തെക്കുറിച്ച് ഉയർന്ന ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം മനോഹരമായി കൈകാര്യം ചെയ്തു. എന്നെ സമീപിക്കുന്ന പത്രക്കാരോട് പിന്നെന്താ കടക്ക് പുറത്ത് എന്ന് ഞാൻ പറയണമോ എന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. അങ്ങനെ അദ്ദേഹം അതും മുഖ്യമന്ത്രിയെ അടിക്കാൻ ഒരു വടിയാക്കി. ഗവർണർ നടത്തിയതുപോലെ ഒരു തുറന്ന പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുവാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹം ചോദ്യകർത്താക്കളെ നേരിടുന്നതും പ്രതികരിക്കുന്നതും പത്രസമ്മേളനം അവസാനിപ്പിച്ച് മടങ്ങുന്നതും എല്ലാം ശത്രുക്കളെ നേരിടുന്നത് പോലെയാണെന്നാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മറ്റ് നേതാക്കളോട് കുറിക്കൊള്ളുന്ന ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള പലർക്കും അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പേടിയുള്ളതുപോലെയും പത്രസമ്മേളനം കാണുന്നവർക്ക് തോന്നും. എന്നാൽ ഗവർണറുടെ പരാമർശങ്ങളെക്കുറിച്ച് പ്രതികരിക്കുവാനും മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി. അതിലും ഗവർണർ പറഞ്ഞ ആക്ഷേപങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. താൻ എന്തെങ്കിലും ആനുകൂല്യം പറ്റിയെന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന് പിണറായിയെ അറിയാത്തത് കൊണ്ടാണ് എന്ന പതിവ് വെല്ലുവിളി വന്നു. ഗവർണർക്ക് ബില്ലുകളിൽ ഒപ്പിടാതിരിക്കാനാകില്ലെന്നും സർവകലാശാലകളെ RSS-ന് വിട്ടുകൊടുക്കില്ല എന്നുമെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രി തന്നെ സമ്മർദ്ദത്തിലാക്കിയെന്നും അതേ തുടർന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ല എന്നും ഗവർണർ ആരോപിച്ചു. തനിക്കെതിരെ പറയുന്ന ഇടതുമുന്നണി കൺവീനർ സംസ്ഥാനത്ത് സഞ്ചാരത്തിന് നിയന്ത്രണമുള്ള ആളാണെന്നും ജലീൽ പാകിസ്ഥാന്റെ ഭാഷ സംസാരിക്കുന്നവനാണെന്നും ഗവർണർ കടന്നാക്രമിച്ചു. വിദേശ ആശയം കൊണ്ട് നടക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകളെന്ന് വിമർശിക്കാനും മറന്നില്ല. വിവാദപരമായ ലോകായുക്ത ഭേദഗതി നിയമത്തിലും സർവകലാശാല നിയമ ഭേദഗതിയിലും ഒപ്പിടില്ലെന്ന് ഗവർണർ പത്രസമ്മേളനത്തിൽ തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ പൊതുജീവിതത്തിലെ അഴിമതിക്കെതിരെ കേരളം പാസാക്കിയ വിപ്ലവകരമായ നിയമമാണ് ലോകായുക്ത നിയമം. അഴിമതിക്കാരനാണെന്ന് ലോകായുക്ത കണ്ടെത്തുന്ന വ്യക്തിയായിരിക്കുന്ന പദവി രാജിവെക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഈ നിയമം പാസാക്കിയത് സഖാവ് EK നായനാരുടെ സർക്കാരാണ്. അന്നത്തെ നിയമമന്ത്രിയായിരുന്ന CPI-യുടെ E ചന്ദ്രശേഖരൻ നായരായിരുന്നു ബിൽ പൈലറ്റ് ചെയ്തത്. ഇത്തരമൊരു നിയമം വേണമെന്നത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ്. പൊതുജീവിതത്തിലെ അഴിമതി അവസാനിപ്പിക്കുവാൻ ഇത് സഹായകരമാകുമെന്ന് ജനം കരുതുന്നു. ഈ നിയമം അനുസരിച്ച് പദവി നഷ്ടപ്പെടുന്ന ഒരു മന്ത്രിയാണ് കേരളത്തിൽ ഇന്ന് വരെ ഉണ്ടായത്, KT ജലീൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു പരാതി ലോകായുക്ത പരിഗണിക്കുന്നുണ്ട്. ദുരിതാശ്വാസ നിധി ദുരുപയോഗിച്ചതായാണ് കേസ്. ആ നിധിയിൽ നിന്നും ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും ചെങ്ങന്നൂരിൽ അന്തരിച്ച MLA-യുടെ കുടുംബത്തിനും സഹായം നൽകിയതാണ് വിഷയം. വിധി പ്രതികൂലമായാൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും.
വിചാരണയെല്ലാം പൂർത്തിയായ കേസിൽ ലോകായുക്ത വിധി പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് കൂടിയാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തപ്പെടാവുന്ന ആളിൽ നിന്ന് തന്നെ ശിക്ഷ സംബന്ധിച്ച് തീരുമാനിക്കുവാനും അധികാരം കൊടുക്കുന്ന നിയമമായി കേരള ലോകായുക്ത നിയമത്തെ പിണറായി മാറ്റിയതെന്നാണ് ജനം സംശയിക്കുന്നത്. അതുപോലെ വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിനുള്ള സമിതിയിൽ ഗവർണർക്ക് കിട്ടാവുന്ന മേൽക്കൈ ഇല്ലാതാക്കുവാൻ ഉണ്ടാക്കിയ നിയമത്തിലും ഒപ്പിടില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ പറയാത്ത കാര്യങ്ങളാണ് ഈ ഭേദഗതികൾ. പിണറായി സർക്കാർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ ജനങ്ങളോട് പറയുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഗവർണർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെ ലക്ഷ്യം എന്തെന്ന ചോദ്യം പ്രസക്തമാണ്. എങ്കിലും അദ്ദേഹം മുന്നോട്ട് വെച്ച പല സന്ദേഹങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇരമ്പുന്നത് തന്നെയാണ്. ചീഫ് വിപ്പ് അടക്കം മന്ത്രി പദവി ഉള്ളവർക്കെല്ലാം എന്തിന് 25 ഉദ്യോഗസ്ഥന്മാർ പേഴ്സണൽ സ്റ്റാഫായി വേണം? കേന്ദ്രമന്ത്രിമാർക്ക് പോലും 13 പേരാണ് സ്റ്റാഫായി ഉള്ളത്. ഇടതുമുന്നണിയുടെ മാത്രം രീതിയല്ലിത്. ഇടതു വലതു മുന്നണികൾ ഒന്നുപോലെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന പ്രമാണമാണ്. പ്രതിപക്ഷ നേതാവിനുമുണ്ട് അത്രയും സ്റ്റാഫ്. 1978 കരുണാകരൻ പ്രതിപക്ഷ നേതാവാകുന്നതുവരെ പ്രതിപക്ഷ നേതാവിന്റെ സർക്കാർ ആനുകൂല്യങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാക്കന്മാർ കൈപ്പറ്റിയിരുന്നില്ല എന്നത് ചരിത്രം. ഇപ്പോൾ സർക്കാർ ചീഫ് വിപ്പിനുമുണ്ട് ക്യാബിനറ്റ് റാങ്കും ആനുകൂല്യങ്ങളും. കൂടെ നടക്കുന്നവർക്ക് സർക്കാർ ശമ്പളവും പെൻഷനും ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. തൊഴിലന്വേഷിച്ച് നടക്കുന്ന കേരളത്തിലെ 45 ലക്ഷം യുവാക്കൾക്ക് അസൂയുണ്ടാക്കുന്ന ഭാഗ്യവാന്മാരാണിവർ. മന്ത്രി പദവിയുള്ളവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 2 വർഷക്കാലം പ്രവർത്തിക്കാനായവർക്കെല്ലാം പെൻഷനും നൽകുന്നു. വാർദ്ധക്യത്തിൽ ജോലി ചെയ്യാനാകാതെ വരുന്ന കാലത്തുള്ള ഒരു സഹായമായിട്ടാണ് പെൻഷനെ കണക്കാക്കുന്നത്. എന്നാൽ ഇവരിൽ പലരും 20-22 വയസ്സ് മുതൽ പെൻഷൻ വാങ്ങുന്നു. MLA-മാർക്കുള്ള അതേ രീതിയിലാണ് പെൻഷൻ. അവർക്കും പ്രായപരിധിയില്ല. 25-ാം വയസ്സിൽ MLA ആയാൽ കാലാകാലത്തോളം പെൻഷനും മെഡിക്കൽ ആനുകൂല്യങ്ങളും കിട്ടും. MLA-മാരുടെ പെൻഷൻ സമാന്തരമായി പേഴ്സണൽ സ്റ്റാഫിന് പെൻഷന് നൽകുന്നു. ആരോഗ്യ സംരക്ഷണം കിട്ടുന്നു. ആരോടുമുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് പറയുകയല്ല, വല്ലാത്ത അനീതി ഈ യാഥാർത്ഥ്യത്തിന് പിന്നിലുണ്ട്. ഇരുകൂട്ടർക്കും പെൻഷൻ കൊടുക്കുന്നതിൽ ഇവരിൽ പലരും പിന്നീട് ജോലി നേടി ശമ്പളവും പെൻഷനും വാങ്ങുന്നു. ഇക്കാര്യം ഗവർണർ എത്രയോ കാലമായി പറയുന്നു. പലവട്ടം MLA-യും MP-യുമായിരുന്ന അദ്ദേഹവും MLA പെൻഷൻ വാങ്ങുന്നുണ്ടാകണം. അതുകൊണ്ടാവാം പ്രായം നോക്കാതെ അവർക്ക് കൊടുക്കുന്ന പെൻഷനെ കുറിച്ച് ഒന്നും പറയാത്തത്. 2019 ഡിസംബർ 28 കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ 80-ാം സമ്മേളനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ നടന്ന പ്രതിഷേധം ഗവർണർക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സംരക്ഷണങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു. പ്രോട്ടോകോൾ ലംഘിച്ചാൽ തൂക്കിക്കൊല്ലാനാകില്ലെങ്കിലും 9 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണിത്. ചെയ്തത് ചരിത്ര പണ്ഡിതനായിരുന്നു എന്നതുകൊണ്ടോ അവിടെ കൂടെയിരുന്നത് ചരിത്ര വിദ്യാർത്ഥികളായിരുന്നു എന്നതുകൊണ്ടോ ഗൗരവത്തിന്റെ കാഠിന്യം കുറയുന്നില്ല. അറിവുള്ളവർ കാണിക്കുന്ന നിയമലംഘനത്തിന് ശിക്ഷ കൂട്ടുകയാണ് വേണ്ടത്. അവിടെ ഉദ്ഘാടന ചടങ്ങിൽ ഗവർണർ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പക്കലേക്ക് പ്രതിഷേധവുമായി വന്ന ഇർഫാൻ മുഹമ്മദ് എന്ന ചരിത്രകാരനെ ഗവർണറുടെ ADC-ക്ക് പിടിച്ചു മാറ്റേണ്ടി വന്നു. ഇർഫാൻ ഒരു ഗുണ്ടയാണെന്ന് പിന്നീട് ഗവർണർ ആക്ഷേപിച്ചു. ചരിത്ര കോൺഗ്രസിൽ പൗരത്വ ബില്ലിനെ അനുകൂലിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗിച്ചതാണ് വിവാദമായത്. നേരത്തെ തയ്യാറാക്കി കൊണ്ടുവന്ന പ്രസംഗം മാറ്റിവെച്ച് ഗവർണർ KK രാഗേഷിന്റെ പ്രസംഗത്തിൽ ഉന്നയിച്ച വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ചു. പൗരത്വ നിയമത്തെ ന്യായീകരിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗം തുടങ്ങിയപ്പോൾ സദസ്സിൽ നിന്നും പ്രതിഷേധമുയർന്നു. മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളുമായി സദസ്സിൽ ചിലർ എഴുന്നേറ്റു. പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്തു. മുദ്രാവാക്യത്തിന് പുറമെ പ്ലക്കാർഡുകളും ഉയർത്തപ്പെട്ടു എന്നതിൽ നിന്നും പ്രതിഷേധം ആസൂത്രിതമാണ് എന്ന് വ്യക്തം. പ്രതിഷേധക്കാരെ നീക്കം ചെയ്ത ശേഷം പ്രസംഗം തുടർന്ന ഗവർണർ മൗലാന ആസാദിനെ ഉദ്ധരിച്ചത് വീണ്ടും വിവാദമായി.
ഇന്ത്യ വിഭജനത്തോടെ അഴുക്ക് മുഴുവൻ നീക്കം ചെയ്യപ്പെട്ടെങ്കിലും ചില കുഴികൾ ബാക്കിയുണ്ടെന്നും അവിടെ വെള്ളം കെട്ടിക്കിടന്ന് നാറ്റമുണ്ടാകുന്നുവെന്നും മൗലാന പറഞ്ഞതായാണ് ഗവർണർ ഉദ്ധരിച്ചത്. വേദിയിലുണ്ടായിരുന്ന ചരിത്ര കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനായ ഇർഫാൻ ഹബീബ് ക്രുദ്ധനായി പ്രതിഷേധിച്ച് എഴുന്നേൽക്കുകയും ഗവർണറോട് നഥുറാം ഗോഡ്സെയെ ഉദ്ധരിക്കുവാൻ ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയും ചെയ്തു. ഇർഫാനെ ഗവർണറുടെ ADCയും മറ്റും ചേർന്ന് തടഞ്ഞതുകൊണ്ട് ഗവർണർക്ക് പ്രസംഗം പൂർത്തിയാക്കാനായി. ഇതേക്കുറിച്ച് തനിക്കെതിരെ വധശ്രമം നടന്നെന്നും കുറ്റവാളികൾക്കെതിരെ രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഗവർണർ നടത്തുന്ന ആരോപണം നിസ്സാരമല്ല, കൃത്യമായ മറുപടി വേണ്ടതാണ്. ഇത്തരമൊരു പ്രതിഷേധം പിണറായി വിജയന് നേരെ ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു നടപടികൾ? എന്താകുമായിരുന്നു സഖാക്കളുടെ പ്രതികരണം? AKG സെന്ററിന് മുന്നിൽ പടക്കം പൊട്ടിച്ചതിന് കേരളത്തിലെ KPCC ഓഫീസും മറ്റ് നിരവധി ഓഫീസുകളും ആക്രമിച്ചവരാണ് സഖാക്കൾ. വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചതിന് ആരെല്ലാമാണ് പ്രതിഷേധിച്ചവരെ തല്ലിയത്? ഇടതുമുന്നണി കൺവീനർ അവരെ കൈകാര്യം ചെയ്യുന്നതിന്റെ വീഡിയോ ലോകം മുഴുവൻ പ്രചരിച്ചു. ആ സംഭവത്തിന്റെ പേരിൽ K ശബരിനാഥിനെ പോലെ ഒരു മുൻ MLA അറസ്റ്റ് ചെയ്തു. ഇതിനെല്ലാം ന്യായം കണ്ടവർ ഗവർണറെ ആക്രമിക്കുവാൻ ശ്രമിച്ചവരെ ഒന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? ഗവർണർ ചോദിക്കുന്നത് ന്യായമല്ലേ? ഇത്തരമൊരു അതിക്രമത്തിനെതിരെ കേസെടുക്കണമെങ്കിൽ ഗവർണർ പരാതി കൊടുക്കണമോ? പ്രസംഗം തടസ്സപ്പെടുത്തുവാൻ നോക്കുന്നവരെ CPM കൈകാര്യം ചെയ്യുന്ന വിധം 1987 നായനാർ സർക്കാരിന്റെ കാലത്ത് കേരള നിയമസഭ കണ്ടിട്ടുണ്ട്. അന്ന് സഹകരണ മന്ത്രിയായിരുന്ന TK രാമകൃഷ്ണൻ പരിയാരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് MV രാഘവന് ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന്റെ മറുപടി പറയുകയായിരുന്നു. മന്ത്രി നോക്കി വായിച്ച കടലാസ് മുഴുവൻ തെറ്റാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കടലാസുകൾ തട്ടിപ്പറിച്ച MV രാഘവനെ സഭയിലിട്ട് തൊഴിക്കുകയും പിന്നീട് സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തതാണ് CPM ശൈലി. അങ്ങനെ പ്രതികരിക്കുന്നവരെ കുറിച്ച് ഗവർണർ പറയുന്ന വധശ്രമ നീക്കം പാടെ തള്ളിക്കളയാനാകുമോ? ഇർഫാൻ ഗവർണറുടെ അടുത്തേക്കല്ല, കണ്ണൂർ VCയുടെ അടുത്തേക്കാണ് പോയത് എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു. ഇർഫാനും ആരിഫ് മുഹമ്മദ് ഖാനും സുഹൃത്തുക്കളാണെന്നും അതിന്റെ സ്വാതന്ത്ര്യമാണ് ഇർഫാൻ കാണിച്ചതെന്നും ചരിത്ര കോൺഗ്രസിന്റെ സെക്രട്ടറി Dr. GP മോഹനദാസ് പിന്നീട് ന്യായീകരിച്ചു. എന്നാൽ ഇർഫാൻ ഈ വാദം തള്ളി. തനിക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ അറിയില്ലെന്നും കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ ഒരിക്കൽ മാത്രം കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്റെ കയ്യിൽ ആയുധമുണ്ടായിരുന്നുവെന്ന് ഗവർണർ പറഞ്ഞില്ലല്ലോ എന്നും അദ്ദേഹം പരിഹസിച്ചു. ചരിത്ര കോൺഗ്രസിൽ 500ഓളം പ്രതിനിധികൾക്കും മാധ്യമ പ്രവർത്തകർക്കും മുന്നിലാണ് എല്ലാം നടന്നതെന്നും ഇർഫാൻ ഓർമ്മിപ്പിച്ചു. അക്കാരണം കൊണ്ടും CPM നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ 1931 ജനിച്ച വൃദ്ധനാണ് ഇർഫാൻ ഹബീബ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ കുറ്റമല്ലാതാകുമോ? സംഭവത്തിൽ കേസെടുക്കണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറായില്ലെന്ന് ഗവർണർ ആരോപിച്ചു. അതേക്കുറിച്ച് പരാതി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പരാതി കൊടുക്കുന്നില്ലെന്നും ഗവർണർ വ്യക്തമാക്കി. ചരിത്ര കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് ഗവർണറെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിച്ച ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ ഇർഫാൻ ഹബീബ് 1954 മുതൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന സത്യം പോലീസ് നിസ്സംഗതയുടെ ആരോപണത്തിന്റെ മാനം കൂട്ടുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരെ അടിച്ച് അവശരാക്കിയ DYFIക്കാർക്കെതിരെ അവരുടെ ഹീനകൃത്യം ലോകം മുഴുവൻ കണ്ടിട്ടും പോലീസ് കാണിച്ച നിഷ്ക്രിയത്വം ആരെയാണ് ചൊടിപ്പിക്കാത്തത്? പോലീസ് ചില നടപടികളുമായി വന്നപ്പോൾ കമ്മീഷണർക്കെതിരെ വന്നു പോലീസ് മന്ത്രിയുടെ പാർട്ടി. കാട്ടാക്കടയിൽ ഒരു പിതാവിനെ മകളുടെ മുന്നിലിട്ട് മർദ്ദിച്ച സഖാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചതും ജനത്തെ രോഷാകുലരാക്കുന്നു. ഇതിനെല്ലാം പിണറായിയെ അറിയാത്തതാണ് വിഷയമെന്ന് പറഞ്ഞാൽ മറുപടിയാകുമോ? ഗവർണർ പറയുന്നതിലെ സത്യം എന്ന് തോന്നിപ്പോകില്ലേ? സർക്കാരും ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ പുതിയ മാനങ്ങളിലേക്ക് കടന്നതോടെ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത്.
ഗവർണർ അതിനാണ് ശ്രമിക്കുന്നതെന്നാണ് ജോസിന്റെ ആരോപണം. പക്ഷേ ആര് ശ്രമിച്ചാലും ഭരണസ്തംഭനം ഇല്ലാതാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഗവർണർക്ക് ബില്ലുകൾ പോക്കറ്റിലിട്ട് നടക്കാനാകില്ലെന്ന് തോമസ് ഐസക് പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഒപ്പിടാതെ പലതും ചെയ്യാനാകും എന്ന് നിയമവിദഗ്ധർ പറയുന്നു. ഗവർണറും സർക്കാരും തങ്ങൾക്കുള്ള നിയമസാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ജനം കൂടെയുണ്ടെങ്കിൽ ആരെ ഭയപ്പെടാൻ എന്ന ഐസക്കിന്റെ ചോദ്യം പ്രസക്തമാണ്. ഇതിനെല്ലാം ജനം കൂടെ ഉണ്ടാകുമോ എന്ന ആത്മപരിശോധന ചെയ്യണം. സർക്കാരിന്റെ പുതിയ സർവകലാശാല നിയമന ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ലെന്ന് പറഞ്ഞ് ഗവർണർ മുന്നോട്ടു പോകുകയാണ്. നിലവിലുള്ള നിയമമനുസരിച്ച് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറെ കണ്ടെത്തുന്നതിന് അദ്ദേഹം നടപടികൾ ആരംഭിച്ചു. ഇപ്പോഴത്തെ വൈസ് ചാൻസലറുടെ കാലാവധി ഒക്ടോബർ 24-ന് പൂർത്തിയാകും. പുതിയ ആളെ കണ്ടെത്തുന്നതിന് ഓഗസ്റ്റ് 5-ന് ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള സർവകലാശാല സെനറ്റിന്റെ പ്രതിനിധിയെ സെപ്റ്റംബർ 26-നകം നൽകണമെന്ന് ഗവർണർ വീണ്ടും ആവശ്യപ്പെട്ടു. സെർച്ച് കമ്മിറ്റി റദ്ദാക്കണം എന്നതാണ് കഴിഞ്ഞ മാസം കൂടിയ സെനറ്റ് ആവശ്യപ്പെട്ടത്. പുതിയ നോമിനിയെ കൊടുക്കുമോ എന്ന് തീർച്ചയില്ല. 3 മാസമാണ് സമിതിയുടെ കാലാവധി. 1 മാസം കൂടി കാലാവധി നീട്ടിക്കൊടുക്കുവാൻ ഗവർണർക്കാകും. അതായത് ഡിസംബർ 9 വരെ സമിതിക്ക് പ്രാബല്യമുണ്ടാകും. തർക്കം തുടർന്നാൽ ഒക്ടോബർ 24-ന് മുമ്പ് പുതിയ വൈസ് ചാൻസലർ ഉണ്ടാകില്ല. നിയമസഭ പാസാക്കിയ 12 ബില്ലുകളിൽ വഖഫ് ഭരണം സംബന്ധിച്ചുള്ളതടക്കം 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചിട്ടുള്ളത്. ലോകായുക്ത നിയമവും സർവകലാശാല നിയമവും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാതെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. മിൽമ ഭരണം പിടിച്ചെടുക്കുന്നതിന് തയ്യാറാക്കിയ സഹകരണ ഭേദഗതി ബില്ലടക്കം മറ്റ് 6 ബില്ലുകളും ഗവർണറുടെ ഒപ്പ് കാത്തു കിടക്കുകയാണ്. ബന്ധപ്പെട്ട മന്ത്രി നേരിട്ടെത്തി വിശദീകരിക്കണം എന്നാണ് ഇതിന് ഉപാധിയായി ഗവർണർ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ബുധനാഴ്ച ഗവർണർ ഡൽഹിക്ക് പോയി. തിരിച്ചു വരുന്നത് ഒക്ടോബർ 3-നായിരിക്കും. അതുവരെ ആ ബില്ലുകളിൽ ഒപ്പിടില്ല എന്ന് കരുതണം. ഗവർണർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാർ തിരിച്ചടിച്ചു തുടങ്ങിയിട്ടുണ്ട്. രാജ്ഭവനിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങണമെന്ന ആവശ്യം സർക്കാർ സമ്മതിച്ചില്ല. അതിനായി അടിയന്തരമായി 10 ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ഗവർണറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ച കത്തിന് ധനവകുപ്പ് അനുമതി കൊടുത്തില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്ന പെൻഷനെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന ഗവർണർ രാജ്ഭവനിൽ ഫോട്ടോഗ്രാഫറുടെ തസ്തിക സൃഷ്ടിക്കണമെന്നും രാജ്ഭവനിലെ 20 താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതിൽ ഫോട്ടോഗ്രാഫറുടെ കാര്യം മാത്രമാണ് നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് സമ്മതിച്ചത്. അദ്ദേഹം 22 വർഷമായി അവിടെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുകയാണ്. മറ്റ് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ ആവില്ലെന്ന് ധനവകുപ്പ് നിലപാടെടുത്തു. റാംബുലാരി സിംഹ നായരുടെ കാലത്ത് കൈക്കൊണ്ടതുപോലുള്ള കൂടുതൽ നടപടികൾ ഇനിയും ഉണ്ടാകാം. ആരിഫും പുതിയ യുദ്ധമുഖങ്ങൾ കണ്ടെത്തും. ഗവർണർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയോ വിശദീകരണമോ പറയാതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭൂതകാലം ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? ജനങ്ങൾക്ക് അറിയേണ്ടത് കേരളത്തിലെ ഗവർണറായ അദ്ദേഹം സർക്കാരിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളിലെ സത്യമാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആകുന്നതിന് മുമ്പ് കോൺഗ്രസും ജനതാ പാർട്ടിയും BSPയും അടക്കം 6 പാർട്ടികളിൽ അംഗമായിരുന്നിരിക്കാം. അതെല്ലാം ചരിത്രമാണ്. ഭാരതീയ ക്രാന്തിദളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം 1977-ൽ ജനതാ പാർട്ടി നോമിനിയായി നിയമസഭയിലെത്തി. പിന്നീട് കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം 1980-ലും 1984-ലും കോൺഗ്രസ് MP ആയിരുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ കോൺഗ്രസ് നിയമം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസ് വിട്ടു, ജനതാദളിലായി. 1998-ൽ BSP അംഗമായി ലോക്സഭയിലെത്തി. 2004-ൽ BJPയിൽ ചേർന്ന് മത്സരിച്ച് തോറ്റു. 2007-ൽ BJP വിട്ട അദ്ദേഹം 2019-ൽ കേരളത്തിലെ ഗവർണറായി നിയമിതനായി. BJP ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് തോറ്റ അദ്ദേഹം BJP വിട്ടെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരാണ്
അദ്ദേഹത്തെ കേരളത്തിലെ ഗവർണറായി നിയമിച്ചതെന്നും അദ്ദേഹത്തിന് അവരോടാണ് കൂറെന്നും ആർക്കാണ് അറിയാത്തത്? എന്നാൽ 1986 മുതൽ തനിക്ക് RSSുമായി ബന്ധമുണ്ടെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം അദ്ദേഹത്തെക്കുറിച്ച് വലിയ തിരിച്ചറിവായി. ആരിഫ് മുഹമ്മദ് ഖാൻ അംഗമായിരുന്ന VP സിംഗ് മന്ത്രിസഭയെ മറിച്ചിടാൻ RSS കളിക്കുന്ന കാലം അതിൽ വരുന്നുണ്ട്. അദ്ദേഹം ബഹുജൻ സമാജ് പാർട്ടിയായിരുന്ന കാലവും വരും. അതാണ് ആരിഫിന്റെ ഒരു മുഖം. ഗവർണർമാരും സംസ്ഥാന സർക്കാരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നത് കേരളത്തിൽ സാധാരണ സംഭവമാണ്. കാരണം 1957 മുതൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ആയിരുന്നില്ല കേരളം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനിയായി വരുന്ന ഗവർണർക്ക് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അല്ലെങ്കിൽ മുന്നണിയും അവരുടെ സർക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക സാധാരണയായിരുന്നു. ആദ്യത്തെ ഗവർണർ BR റാവു മുതൽ ആരിഫ് മുഹമ്മദ് ഖാൻ വരെയുള്ളവരും സംസ്ഥാന സർക്കാരുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാക്കിയിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ബിൽ ഒപ്പിടരുതെന്ന് ഗവർണറോട് സമൂഹം അഭ്യർത്ഥിച്ച അവസരവുമുണ്ട്. 1957 EMS സർക്കാർ എല്ലാ പ്രതിഷേധവും അവഗണിച്ച് 1957 സെപ്റ്റംബർ 2 പാസാക്കിയ വിദ്യാഭ്യാസ ബിൽ ഒപ്പിടരുതെന്ന് കേരളത്തിലെ മെത്രാൻ സംഘത്തിന് വേണ്ടി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ മാത്യു കാവുകാട്ടും തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗറിയോസും കൊല്ലം ബിഷപ്പ് ജയറാം ഫെർണാണ്ടസും രാജ്ഭവനിലെത്തി ഗവർണർക്ക് നിവേദനം കൊടുത്തു. ഗവർണർ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചു. അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചരിത്രത്തിലേ ഉള്ളൂവെങ്കിലും ഇന്നത്തേതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും പത്രസമ്മേളനത്തിലൂടെ പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നത് ആദ്യ സംഭവമാണ്. സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ മന്ത്രിസഭ ഉൾപ്പെടുത്തുന്ന കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ വായിക്കാതെ വിടുക തുടങ്ങിയ നടപടികളാണ് പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഗവർണർ പത്രക്കാരെ കാണുന്നതും സംസാരിക്കുന്നതും സാധാരണമല്ല. സ്വാതന്ത്ര്യ ദിനത്തിനോട് അനുബന്ധിച്ച് വൈകുന്നേരം രാജ്ഭവനിൽ നടത്താറുള്ള ഹൈടെക്ക് പത്രപ്രവർത്തകർ പോകാറുണ്ടെങ്കിലും ഗവർണറുമായി ഔപചാരിക സംസാരം മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ VV ഗിരിയെ പോലെ പത്രക്കാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഗവർണർമാരും ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രപതി ഭരണകാലത്തായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അത് കേരളത്തിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാവുകയും ഗവർണർ ശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തപ്പോഴായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് കളികളിലും വരെ ഗിരി ഇടപെട്ടിരുന്നു. 1977 മുതൽ കേരള ഗവർണറായിരുന്ന ജ്യോതി വെങ്കിടാചലം 1979 ഡിസംബർ 2 നടത്തിയ ഒരു പത്രസമ്മേളനം അക്കാലത്ത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അവരുടെ 5 വർഷക്കാലത്ത് 3 വട്ടം കേരളം രാഷ്ട്രപതി ഭരണത്തിലായ അപൂർവ ചരിത്രവുമുണ്ട്. PK വാസുദേവൻ നായരുടെ രാജിയെ തുടർന്ന് 1979 ഒക്ടോബർ 12 സത്യപ്രതിജ്ഞ നടത്തിയ CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തിരുന്ന ആന്റണി കോൺഗ്രസും മാണി കേരള കോൺഗ്രസും ഇടതുമുന്നണിയിൽ ചേക്കേറുന്നതിനായി പിന്തുണ പിൻവലിച്ച പശ്ചാത്തലത്തിൽ 1979 ഡിസംബർ 1 രാവിലെ മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് രാജി സമർപ്പിക്കുകയും നിയമസഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബദൽ മന്ത്രിസഭയ്ക്ക് അവകാശവാദം ഉന്നയിച്ചു. കേരള കോൺഗ്രസ് നേതാവ് KM മാണിയെ ഇടതു നേതാവായി പ്രഖ്യാപിച്ചു. അദ്ദേഹം ഗവർണറെ കണ്ട മുഖ്യമന്ത്രി പദത്തിനായി അവകാശം ഉന്നയിച്ചു. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം മാണിക്ക് ഉണ്ടായിരുന്നിട്ടും മാണിയുടെ അവകാശവാദം നിഷേധിച്ച ഗവർണർ പിന്നീട് അക്കാര്യം വിശദീകരിക്കുന്നതിനാണ് അന്ന് രാജ്ഭവനിൽ വെച്ച പത്രലേഖകരെ കണ്ടത്. 1979 ഡിസംബർ 5 മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. അന്ന് കേന്ദ്രത്തിന് വേണ്ടിയായിരുന്നു ഗവർണർ കളിച്ചത്. മാത്രമല്ല, തനിക്ക് കിട്ടിയ ഭരണം അവർ ശരിക്കും വിനിയോഗിക്കുകയും ചെയ്തു. 1980 ജനുവരി 25 അധികാരത്തിലെത്തിയ ഇടതുമുന്നണിക്ക് ഗവർണർ ഭരണകാലത്തെ പല തീരുമാനങ്ങളും തിരുത്തേണ്ടതായും വന്നു. എന്നാൽ 1981 ഒക്ടോബർ 10 മാണിയും ആന്റണിയും പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് EK നായനാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം 1981 ഡിസംബർ 28
കരുണാകരൻ തിരിച്ചെത്തുന്നത് വരെ ഭരിച്ച അവർ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു ഇഷ്ടക്കാരനെ അഡീഷണലായി നിയമിച്ചതും തൃശൂർ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചതുമടക്കം പലതും പിന്നീട് വന്ന മുഖ്യമന്ത്രി കരുണാകരൻ സമ്മതിച്ചു കൊടുത്തു. അന്ന് കരുണാകരന് മുഖ്യമന്ത്രി ആകുന്നതിന് തടസ്സം നീങ്ങുന്നതിനാണ് നിയമസഭ പിരിച്ചുവിടാതെ സസ്പെൻഡ് ആനിമേഷനിൽ നിർത്തി എല്ലാം ക്രമീകരിച്ചത്. അതും കേന്ദ്രത്തിന് വേണ്ടിയായിരുന്നു. 140 അംഗ നിയമസഭയിൽ 71 പേരുടെ പിന്തുണ മാത്രമുണ്ടായിരുന്ന കരുണാകരന് കേരള കോൺഗ്രസിലെ ലോലപ്പൻ നമ്പാടൻ പിന്തുണ പിൻവലിച്ചതിനെ തുടർന്ന് 1982 മാർച്ച് 17 കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. കോൺഗ്രസിലും കേരള കോൺഗ്രസിലും പിളർപ്പുണ്ടാക്കി ഇടതുമുന്നണിക്ക് അധികാരം തിരിച്ചു പിടിക്കുവാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഗവർണർ ഉടൻ നിയമസഭ പിരിച്ചുവിടുകയും സംസ്ഥാനത്ത് വീണ്ടും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. 1982 മെയ് 25 വരെ ജ്യോതി വെങ്കിടാചലം കേരളം ഭരിക്കുകയും ചെയ്തു. അക്കാലത്ത് അവർ ഒരു ഇഷ്ടക്കാരനെ PCCയിൽ അംഗമാക്കിയതടക്കം പലതും ചെയ്തു. മുൻ മന്ത്രിമാരും മറ്റും രാജ്ഭവനിലെത്തിയാൽ ഭരണത്തിൽ കൈകടത്താൻ വല്ലാത്ത ത്വരയുണ്ടാകാറുണ്ട്. 1988 മുതൽ 1990 വരെ കേരള ഗവർണറായിരുന്ന റാം ദുലാരി സിംഹയും അക്കാലത്തെ നായനാർ സർക്കാരുമായി പല കാര്യത്തിലും മുടക്കി. സർക്കാർ പല വിധത്തിലും അവരെ ബുദ്ധിമുട്ടിക്കാനും നോക്കി. ഇതേക്കുറിച്ച് ഒരിക്കൽ രാജ്ഭവനിൽ വെച്ച് അവർ പ്രതികരിച്ചിട്ടുണ്ട്. രാജ്ഭവൻ ആവശ്യപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ പോലും സർക്കാർ നിഷേധിക്കുന്നു എന്നായിരുന്നു ആക്ഷേപം. രാജ്ഭവനിലെ കീറിയ ജനൽ കർട്ടനുകളൊക്കെ അന്ന് ഗവർണർ പത്രപ്രവർത്തകരെ കാണിച്ചു. 1988 വന്ന അവർ 1990 തിരഞ്ഞെടുപ്പിനാൽ മത്സരിക്കാൻ പദവി വിട്ടു. ജസ്റ്റിസ് സദാശിവം വിരമിച്ചതിനെ തുടർന്ന് 2019 സെപ്റ്റംബർ 1 കേരള ഗവർണറായി നിയമിക്കപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ചില്ലറക്കാരനല്ല എന്ന് എല്ലാവർക്കും അറിയാം. 2019 സെപ്റ്റംബർ 6 സ്ഥാനം ഏറ്റ നാൾ മുതൽ അദ്ദേഹം കൃത്യമായാണ് കരുക്കൾ നീക്കുന്നത്. അദ്ദേഹത്തിന്റെ നീക്കം വിലയിരുത്തുന്നവർക്ക് ഉപരാഷ്ട്രപതി പോലുള്ള പദവികൾക്ക് അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടെന്ന് നിരീക്ഷിക്കാറുണ്ട്. കേരള ഗവർണറായി വന്ന ആരിഫ് മുഹമ്മദ് ഖാനെ സൂക്ഷിക്കണമെന്ന് ആദ്യം പറഞ്ഞത് കേരളത്തിലെ അക്കാലത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ ഉടക്കാതെ മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. തന്റെ ഭരണം തനിക്കിഷ്ടമുള്ള വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ട ഏത് വെട്ടുവീഴ്ചയ്ക്കും പിണറായി തയ്യാറാകുന്നു. BJP വല്ലാതെ കുറ്റപ്പെടുത്തുന്ന അദ്ദേഹം അമിത്ഷായെ നെഹ്റു ട്രോഫിയുടെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു. ഗുജറാത്തിലെ ഭരണപരിഷ്കാരം പഠിക്കുവാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നത സംഘത്തെ അയച്ചു. ഗവർണറുടെ പല ആവശ്യങ്ങൾക്കായും പല വിട്ടുവീഴ്ചകളും ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളയാളെ PRO ആക്കുവാനുള്ള ഫയലിൽ സംശയം രേഖപ്പെടുത്തിയ പൊതുഭരണ സെക്രട്ടറിയെ മാറ്റുക വരെ ചെയ്തു. വഴക്കുമാറ്റി നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കുവാൻ രാജ്ഭവനിൽ പോയി പല വാഗ്ദാനവും നടത്തി. എന്നിട്ടും ഗവർണർ ഒന്നിനൊന്ന് നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. കുടിയേറ്റം അധിനിവേശത്തിനുള്ള പുതിയ തന്ത്രമായി ആഗോളതലത്തിൽ ഇസ്ലാം ഉപയോഗിക്കുന്നു എന്ന് ഭയപ്പെടുന്ന BJP സർക്കാർ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുമ്പോൾ മുസ്ലിമുകൾക്ക് കൊടുക്കേണ്ട എന്ന വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഉണ്ടാക്കിയതിനെതിരെ 2019 ഡിസംബർ 29 കേരള നിയമസഭ ഏകകണ്ഠമായി പ്രതിഷേധം പാസാക്കി. ഈ നടപടിയെ ഗവർണർ അപലപിച്ചതിനെ തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്ന സബ്സ്റ്റാറ്റീവ് മോഷൻ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് 2020 ജനുവരി 20 രമേശ് ചെന്നിത്തല നോട്ടീസ് നൽകി സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പ്രമേയം സ്വീകരിച്ചുവെങ്കിലും സഭയുടെ കാര്യോപദേശക സമിതിയിൽ നിയമമന്ത്രി AK ബാലൻ പ്രമേയത്തെ എതിർത്തു. അനുമതി കൊടുത്തില്ല. അതുകൊണ്ടാകണം ആ വർഷത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര നടപടിയെ അപലപിക്കുന്ന ഖണ്ഡിക ആരിഫ് വായിച്ചു. ഇപ്പോഴത്തെ വിവാദത്തെ തുടർന്ന് CPI നേതാവ് ബിനോയ് വിശ്വം ആ ആവശ്യം ഉന്നയിച്ച രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുകയാണ്. അതിനെല്ലാം എന്താകും സംഭവിക്കുക എന്ന് ആർക്കാണ് അറിയാത്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സുപ്രീം കോടതിയിലുള്ള ലാവ്ലിൻ കേസ് 32ാം വട്ടവും മാറ്റിവെച്ചുവെങ്കിലും കേസ് അധികം വൈകാതെ സജീവമാകുമെന്നാണ് സൂചന.
ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കേണ്ടത്. പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ 2017 ഡിസംബറിലാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. 2018 ജനുവരി 11 സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. 4 വർഷം കഴിഞ്ഞ 2022 സെപ്റ്റംബർ 19 32 തവണയും കേസ് മാറ്റിവെച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച EDയുടെ കേസന്വേഷണം നല്ല നിലയിൽ പുരോഗമിക്കുന്നു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലും പിണറായിക്ക് കെണി ഒരുക്കുവോ എന്ന സംശയം കൂടുതൽ ശക്തമാവുകയാണ്. എല്ലാം കണ്ടല്ലേ ഗവർണറും കളിക്കുന്നത്. ഷിലോന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.